നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഒരു പെൻഷൻകാർക്ക് എല്ലാ മാസവും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന 1600 രൂപ 2025 മാർച്ച് മാസത്തെ വരെ ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് മുൻകാലങ്ങളിൽ കുടിശ്ശികയായിട്ടുള്ള 3 ഗഡു പെൻഷനിൽ ഒരു ഗഡു പെൻഷൻ കൂട്ടിച്ചേർത്തുകൊണ്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ട തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നതെന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ച കാര്യമാണ്. 2025 കുടിശ്ശിക കൊടുത്തു തീർത്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ അടുത്ത, അതായത് 2026 വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നതെന്ന്. 2026 പെൻഷൻ വർധനമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത് കൃത്യമായി പറയാൻ കഴിയില്ല എന്നും KN ബാലഗോപാൽ, അതായത് ധനമന്ത്രി, വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2025 അവസാനത്തോടെ സംസ്ഥാനത്തെ കുടിശ്ശികയുള്ള എല്ലാ പെൻഷൻ തുകയും കൊടുത്തു തീർക്കും എന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ മാസത്തെ, അതായത് വിഷുവിനോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണത്തിലാണ് ഒരു ഗഡു പെൻഷൻ കൂട്ടിച്ചേർത്തുകൊണ്ട് 3200 രൂപ, അതായത് ഏപ്രിൽ മാസത്തെയും മുൻപ് കുടിശ്ശികയായിട്ടുള്ള ഒരു ഗഡു പെൻഷനും കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ വിതരണം ചെയ്യുവാൻ പോകുന്നത്. പിന്നീട് സംസ്ഥാനത്ത് 2 ഗഡു ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായി വരിക. അപ്പോൾ ഈ ഒരു 2 ഗഡു പെൻഷനും 2025 ഡിസംബറിന് മുമ്പായി തന്നെ വിതരണം ചെയ്ത് കുടിശ്ശിക മുഴുവൻ തീർക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പെൻഷൻ വാങ്ങുന്നതിൽ ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്യുവാനുണ്ടെങ്കിൽ ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ കാർഡുമായോ അല്ലെങ്കിൽ പെൻഷൻ ഐഡിയുമായോ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മസ്റ്ററിംഗ് ചെയ്ത് മടങ്ങാവുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ പെൻഷൻ കൃത്യമായി ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും മസ്റ്ററിംഗ് 2025 മസ്റ്ററിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആളുകളൊക്കെ ആധാർ കാർഡും അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. ഇത്തരത്തിലുള്ള എല്ലാ വിശദമായ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്